നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഇ ഡി ആക്രമണ കേസിലെ മറ്റു നിർണായകമായൊരു ദിവസമാണ്. വളരെ വ്യക്തമായൊരു ഹൈക്കോടതിയിൽ നിന്നും ഒരു തീരുമാനം വന്നിരിക്കുന്നു. 26 ഇ ഡി ആക്രമിച്ച കേസിൽ റിമാൻഡിലായിരുന്ന 2 മാസമായി റിമാൻഡിൽ കഴിയുന്ന 26 പേരിൽ 9 പേർക്ക് ഹൈക്കോടതി ജാമ്യം നൽകിയിരിക്കുന്നു. അതിൽ ജീവൻ, അനിൽകുമാർ, ശ്രീജിത്ത്, നിഷാദ്, സിദ്ധാർത്ഥ്, ഷഫീഖ്, കിരൺ PS, നന്ദു GR, രാഹുൽ രാജൻ എന്നിവർക്കാണ് ഇപ്പോൾ ജാമ്യം. ബാക്കിയുള്ളവരുടെ ജാമ്യം ജാമ്യാപേക്ഷ നാളെ കേൾക്കാമെന്ന് ജാമ്യാപേക്ഷ നാളെ കേൾക്കാമെന്ന് ഹൈക്കോടതി വാക്കാൽ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇടി കേസിൽ അങ്ങനെ 26 പേരിൽ 9 പേരുടെ അവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അവർ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം സബ് ജയിലിൽ നിന്നും എത്രയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവർ പുറത്തിറങ്ങും. അപ്പോൾ ഏതാണ്ട് ആ കേസ് ഇ ഡി കേസാണ്ട് ഇ ഡിയുടെ ഭാഗം തികച്ചും ദുർബലമായി പോയി എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിലെ നടപടിക്രമങ്ങൾ വീക്ഷിച്ചവരുടെയൊക്കെ അഭിപ്രായം. ശരിക്കും എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അല്ല, അങ്ങനെയല്ല. ഇ ഡി ദുർബലമായി പോയെന്നോ ഇ ഡിക്ക് തിരിച്ചടിയെന്നോ ഉള്ളതല്ല. ഒരു കേസിൽ ഹൈക്കോടതി എപ്പോഴും അതിൻ്റെ മെറിറ്റിലേക്ക് കടന്ന് ഇപ്പോൾ ജാമ്യത്തിന് അർഹതയുള്ള ആൾക്കാർക്ക് ജാമ്യം നിഷേധിക്കുന്നത് ശരിയല്ലല്ലോ. ഇവിടെയും ഹൈക്കോടതി അതാണ് ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തടസ്സപ്പെടുത്തി, അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പും. അത്തരം കേസുകൾ നമ്മൾ കോടതിയിൽ വന്നതും അത് പിന്നീട് ജാമ്യം കൊടുത്തതും വിചാരണ ചെയ്തതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഇ ഡി ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തി, റെയ്ഡ് കഴിഞ്ഞ് തിരിച്ച് മടങ്ങി പോകുമ്പോഴാണ് ആക്രമിക്കപ്പെട്ടത്. ഒരു മോബിൻ്റെ ഇടയിലേക്ക് ചെന്നപ്പോൾ, അവരുടെ വാഹനം ചെന്നപ്പോൾ ആ വാഹനം ആക്രമിക്കപ്പെടുകയായിരുന്നു. ഇഷ്ടിക എടുത്ത് ഗ്ലാസ്സിലടിക്കുന്നത്, കാറിൻ്റെ മുൻവശത്തെ ചില്ലിലടിക്കുന്നത്, റിയർ വ്യൂ ഗ്ലാസ് തല്ലി പൊളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇ ഡി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് വധശ്രമമാണ്, ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു, വധശ്രമമാണ്, ഇത് പരിക്കേറ്റു, ഉദ്യോഗസ്ഥർക്ക് രക്തമൊന്നും വന്നില്ലെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പരിക്കുണ്ട്. 67 ദിവസമായിട്ട് ഇവർ ജയിലിൽ കിടക്കുകയാണ്. ഇതിനകത്ത് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഇ ഡിക്കല്ല, വാസ്തവത്തിൽ കേരള പോലീസിനാണ്. കേരള പോലീസ് ഈ വിഷയത്തിൽ, അതായത് ഈ വിഷ്വൽസ് വെച്ചുകൊണ്ട് അക്രമത്തിലേർപ്പെട്ട മുഴുവൻ ആൾക്കാരെയും പിടിച്ചു. 26 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ ഒരാൾ നേരത്തെ കീഴ്ക്കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം നേടി പുറത്തു, 9ാം പ്രതി. ബാക്കിയുള്ളവരാണ് അകത്ത് കിടന്നത് 25 പേര്. അതിൽ 9 പേരാണ് ഇപ്പോൾ പുറത്തിറങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ 67 ദിവസമായിട്ട് ഇവർ അകത്ത് കിടക്കുകയാണ്. ഇവർക്ക് ജാമ്യം ഇല്ല, കീഴ്ക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ല. അങ്ങനെയാണ് അവർ ഹൈക്കോടതിയിൽ വന്നത്. അപ്പോൾ ഹൈക്കോടതി ചോദിച്ച ഒന്നാമത്തെ ചോദ്യം എന്ന് ഇ ഡി പറഞ്ഞത്, ഇ ഡി തടസ്സമായിട്ട് പറഞ്ഞത് ഇത് വധശ്രമമാണ്, അതുകൊണ്ട് ഇവർക്ക് ജാമ്യം കൊടുക്കരുത്. പഴയ 307, അതിപ്പോൾ BNS 199, ഞാൻ വകുപ്പ് 109 അങ്ങനെ എന്തോ വകുപ്പാണ്, ഞാൻ നമ്പർ ഓർക്കുന്നില്ല. എന്തായാലും ആ വധശ്രമം, അപ്പോൾ കോടതി ചോദിച്ചത് പ്രഥമ ദൃഷ്ടിയ വധശ്രമം നിൽക്കുമോ എന്ന് കോടതി ചോദിച്ചു. അതിനിവിടുത്തെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് പ്രഥമ ദൃഷ്ടിയ വധശ്രമം നിൽക്കില്ല എന്ന് കോടതി പറഞ്ഞതായിട്ട്. ഒരു കേസിൻ്റെ വിചാരണ കഴിയാതെ വിധി പറയുമ്പോഴല്ലാതെ ഇന്ന വകുപ്പുകൾ നിൽക്കില്ല എന്ന് കോടതി പറയുമോ? അത്ര പോലും ആലോചിക്കാതെയാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജാമ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ല, ജാമ്യം കൊടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ജാമ്യത്തിന് അർഹതയുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കും കോടതി. ജാമ്യം അങ്ങനെ പിന്നെ ജാമ്യം ഈ പറയുന്ന ഇവരുടെ അവകാശമാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു കേസിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു, ആ പ്രതിക്കെതിരെ തെളിവുകളെല്ലാം ശേഖരിച്ചു, തൊണ്ടി മുതൽ കണ്ടെടുത്തു, പിന്നെ അങ്ങനെയുള്ള പ്രാഥമിക നടപടികളെല്ലാം പോലീസ് പൂർത്തിയാക്കി, എല്ലാം ക്ലിയറാണ്. അത് കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിക്കാൻ സമയമെടുക്കുന്നു. കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് സമയം വേണം. അപ്പോൾ ഈ അന്യായമായിട്ട് ഈ പ്രതിയെ കസ്റ്റഡിയിൽ വയ്ക്കണം. കാരണം ഇയാൾക്കെതിരെ തെളിവുകളെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇയാൾ പിന്നെ കോടതി നോക്കുന്നത്, അങ്ങനെ തെളിവുകളെല്ലാം കിട്ടി, അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി, ഇനി കുറ്റപത്രം സമർപ്പിച്ചാൽ മതി. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇനി നടപടിയൊന്നുമില്ല. പക്ഷേ കുറ്റപത്രം സമർപ്പിക്കൽ മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ക്ലിയറായി. അപ്പോൾ കോടതി നോക്കുന്നത്, പ്രതിക്ക് ജാമ്യം കൊടുത്താൽ ഈ പ്രതി ഈ കുറ്റകൃത്യം ആവർത്തിക്കുമോ?
അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുമോ, അല്ലെങ്കിൽ ആരെയാണോ ഈ പ്രതി ആക്രമിച്ചത് ആ ആൾക്കാരെ വീണ്ടും ആക്രമിക്കുമോ, തെളിവ് നശിപ്പിക്കുമോ, 2 തെളിവ് നശിപ്പിക്കുമോ. അതിന് സാധ്യതയില്ല, തെളിവെല്ലാം ശേഖരിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ തെളിവ് നശിപ്പിക്കില്ല. മറ്റത് ഇവർ പ്രതികൾ പറയില്ല, ഞങ്ങൾ പിന്നെ ഒരു ശല്യം ഉണ്ടാക്കത്തില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല, ഇതൊന്നും ചെയ്യില്ല. അപ്പോൾ കോടതിക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾ ആ ജില്ലയിൽ പ്രവേശിക്കരുത്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ കാരായി രാജൻ, കാരായി ചന്ദ്രശേഖരനോടൊക്കെ കണ്ടീഷൻ ബെയിൽ. അപ്പോൾ അത് ബെയിൽ കൊടുക്കുമ്പോൾ ഉള്ള കണ്ടീഷനകത്ത് അത് പറയും. പിന്നെ പ്രതികൾ പറയും, പിന്നെ കോടതി നോക്കുന്നത് ഇവർ ഏതെങ്കിലും വിധത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുമോ. കാരണം അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു, ഇനി കുറ്റപത്രം സമർപ്പിക്കലാണ്. ആ കുറ്റപത്രം തയ്യാറാക്കുന്നതിനെ ഇവർ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കാൻ സാഹചര്യമുണ്ടോ എന്നാണ് കോടതി നോക്കുന്നത്. സാക്ഷികളെ സ്വാധീനിക്കുമോ, ഇതൊക്കെ സംഭവിക്കാമല്ലോ. അപ്പോൾ സാക്ഷി കോടതിയിൽ വരുമ്പോൾ കൂറുമാറും, പേടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രലോഭനത്തിന് വഴിപ്പെട്ടോ ഒക്കെ കൂറുമാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇവർ ചെയ്യുമോ, ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അവർ ഉറപ്പ് കൊടുക്കും, ഇല്ല ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞങ്ങൾ കോടതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പൂർണ്ണമായിട്ടും ഇതിൽ പ്രവർത്തിച്ചു കൊള്ളാം. പിന്നെയാണ് ഈ വധശ്രമം എന്നുള്ള കാര്യം വരുന്നത്. അപ്പോൾ അത് പ്രഥമ ദൃഷ്ട്യാ വധശ്രമം നിൽക്കുമോ എന്ന് കോടതി ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം പ്രഥമ ദൃഷ്ട്യാ വധശ്രമം നിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു എന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെ എങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും? അപ്പം അതൊന്നുമല്ല, ഇവിടെ ഇതൊക്കെയാണ്. കാരണം പ്രതികൾ പറഞ്ഞു, ഞങ്ങൾ അന്വേഷണത്തെ ഒരു വിധത്തിലും സ്വാധീനിക്കില്ല, ഞങ്ങൾ തെളിവ് നശിപ്പിക്കില്ല. കാരണം തെളിവെല്ലാം കിട്ടിക്കഴിഞ്ഞു, ശേഖരിച്ചു കഴിഞ്ഞു പോലീസ്. ദൃശ്യങ്ങളുണ്ട്, ഇവർ പിന്നെ വേറെ കല്ലും കട്ടയും ഒക്കെയാണ് ഉപയോഗിച്ചത്, വേറെ മാരകായുധങ്ങളൊന്നും ഇവർ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ പിന്നെ തെളിവുകൾ, ഈ വണ്ടിയിൽ പതിഞ്ഞിരിക്കുന്ന വിരലടയാളമൊക്കെ പോലീസ് ഫോറൻസിക് കളക്ട് ചെയ്യേണ്ടതെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ പ്രതികൾക്കെതിരെ ഈ പറയുന്ന ആ ഒരു സാധനം, ഈ തെളിവ് നശിപ്പിക്കൽ എന്ന് പറയുന്ന വാദം നിലനിൽക്കില്ല. കാരണം തെളിവുകളെല്ലാം പോലീസിന് കിട്ടിക്കഴിഞ്ഞല്ലോ, എല്ലാം ശേഖരിച്ചു കഴിഞ്ഞു. ഔദ്യോഗികമായിട്ട് ഇനി അത് കുറ്റപത്രത്തോടൊപ്പം കോടതിയിൽ സമർപ്പിച്ചാൽ മതി. അപ്പോൾ അത് പോയി. പിന്നെയുള്ളത് സാക്ഷികളെ സ്വാധീനിക്കൽ, അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നൊക്കെ ഉള്ളതാണ്. ഈ 67 ദിവസം ജയിലിൽ കിടന്ന് നരകിച്ച ആൾക്കാർ സ്വാഭാവികമായിട്ട് ഇതിനൊന്നും പോവില്ല. അവർ പറയും, ഞങ്ങളൊന്നിനും ഇല്ലേ, ഞങ്ങൾ മര്യാദയ്ക്ക് ഉള്ള കഞ്ഞിയും കുടിച്ച് ഞങ്ങൾ വീട്ടിലിരുന്നോളാം, കേസ് വിളിക്കുമ്പോൾ ഞങ്ങൾ ഹാജരായിക്കൊള്ളാം. അപ്പോൾ അവിടെ അതിനുള്ള സാധ്യതയും കുറവാണ്, സാക്ഷികളെ സ്വാധീനിക്കാനും മറ്റുമൊക്കെ. കാരണം പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അവരുടെ പാർട്ടിക്ക് അധികാരമില്ല, അവരുടെ എതിർ പാർട്ടിയാണ് അധികാരത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ പെട്ടെന്നൊരു സാധ്യത കാണുന്നില്ല. അപ്പോൾ കോടതി അവിടെ അതും കഴിഞ്ഞു. പിന്നെയുള്ളത് ഈ വധശ്രമമാണ്. വധശ്രമം ഇഡിയോട് കോടതി ചോദിച്ചതാണ്. അങ്ങനെ ശരിയാണ് നിങ്ങൾ പറയുന്നത്, വധശ്രമമുണ്ട്. പക്ഷെ പ്രഥമ ദൃഷ്ട്യാ വധശ്രമം നിൽക്കുമോ? കാരണം ഈ ഇവർ ഒരു അവരുടെ ഒരു നേതാവിനെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ വന്നപ്പോൾ പെട്ടെന്നുണ്ടായ ആവേശത്തിൽ കാട്ടിക്കൂട്ടിയ കുറേ വിക്രിയകളാണ്. പക്ഷേ ഈ കാറിന്റെ ചില്ലടിച്ച് പൊട്ടിച്ചതും കാറിന്റെ ബോണ്ടിൽ ഇടിക്കുന്നതും അങ്ങനെയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ഡയറക്റ്റ് ആക്രമണം നടത്തിയ അവരല്ല ഈ ഇപ്പൊ ജാമ്യം കിട്ടിയിരിക്കുന്നത്. അപ്പൊ അവര് അല്ല, അത് ശരിയാണ്, അത് ഇനി വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിൽ അതൊരു ഘടകമാണ്, നേരിട്ട് പങ്കില്ല. വളരെ ശരിയാണ്, അതൊരു ഘടകമാണ്. ഈ ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്ന 9 പേര് ഇതിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്നവർ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. പക്ഷെ അവർ ഈ പറയുന്ന കണക്ക് ഘോരമായ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഈ 9 പേർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവർ ജാമ്യത്തിന് അർഹരാണെന്ന് ഹൈക്കോടതിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് അവർക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നത്. അല്ലാതെ കോടതി അവിടെ പിന്നെ ഏകപക്ഷീയമായ ഒരു ജാമ്യം കൊടുക്കലല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ED ആകട്ടെ കേരള പോലീസ് ആകട്ടെ ഈ കാര്യത്തിൽ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് തുടക്കം തൊട്ട് പോയി. എൻ്റെ ചോദ്യം, ഇതിനകത്ത് ഗൂഢാലോചന നടന്നു എന്ന് ED പറയുന്നു, നമുക്ക് യോജിക്കാം. പക്ഷെ എന്തുകൊണ്ട് ഈ ഗൂഢാലോചനക്കാരെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല? അത് പോലീസാണ് അറസ്റ്റ് ചെയ്യേണ്ടത്, ED അല്ല. പോലീസാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. EDയുടെ പരാതിയാണ്. പോലീസ് ഉൾപ്പെടെ, പോലീസ് ഇവിടെ എന്താണ്, അവരെ വളരെ കൃത്യമായിട്ട് അവിടെ വന്ന് പിന്നെ ഈ പാർട്ടി ഓഫീസ്, ലോക്കൽ കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റി ഓഫീസൊക്കെ വളഞ്ഞ് ഇവരെ കിട്ടിയാലേ പോവുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധമൊക്കെ പിടിച്ചു. അതേ പോലീസ് എന്തുകൊണ്ട് ഗൂഢാലോചനയിലേക്ക് കടന്നില്ല? ഭരണം മാറിയല്ലോ. അപ്പോൾ ഭരണം മാറിയ സമയത്താണല്ലോ റെയ്ഡ് നടന്നത്, മെയ് 27. പോലീസിന് അപ്പോൾ വ്യക്തമായ പുതിയ സർക്കാരിൻ്റെ നിർദ്ദേശം ലഭിച്ചു കാണും.
നിങ്ങൾ അവിടെ ഇതുവരെ അന്വേഷിച്ചാലും മതി. 26 പിടിച്ചല്ലോ, ഇത് 26 നിർത്തിയാൽ അത് നമുക്കറിയില്ല. നമ്മുടെ കയ്യിൽ അതിന് തെളിവൊന്നുമില്ല. അല്ല, ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം അവർക്ക് മേലുണ്ടാകാം. മെയ് 27, ജൂൺ 27, ജൂലൈ 27 ഇവർ റിമാൻഡിലായത് നമ്മൾ ഈ പറഞ്ഞ 67 ദിവസമായി. അപ്പം ഇനിയും ഗൂഢാലോചനക്കാരെ പൊക്കാൻ പോലീസ് ഇറങ്ങിയില്ലെങ്കിൽ താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഫയലിൽ എവിടെ ഒരു കെട്ടുണ്ട്. ഇവര് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സമ്മർദ്ദം ഉദ്യോഗസ്ഥന്മാർക്ക് മേൽ ഉണ്ടായിരിക്കാം, രാഷ്ട്രീയമായ സമ്മർദ്ദം ഉണ്ടായിരിക്കാം എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. സർക്കാർ എങ്ങനെ പറഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും രാഷ്ട്രീയ സമ്മർദ്ദം ഇവരുടെ പുറത്ത് ഉണ്ടായിരിക്കാം. പക്ഷേ ആ ഗൂഢാലോചനക്കാരെയും ഗൂഢാലോചന തെളിയിക്കുന്ന കാര്യങ്ങളും ഒന്നും പോലീസ് ഇതുവരെ കളക്ട് ചെയ്തിട്ടില്ല. അതൊരു കുറവ് തന്നെയാണ്. അതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ജാമ്യത്തിന് അർഹരല്ലേ? ഇല്ലെങ്കിൽ ഇനിയിപ്പോ ഇവരൊരു 10-23 ദിവസം കൂടെ കിടക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഗൂഢാലോചനക്കാരെ അറസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ 25 പേരെയും ഇനിയുള്ള ബാക്കിയുള്ള 25-ൽ 9 പേർ ഇറങ്ങി, ഇനി 16 പേരുണ്ട്. ഈ 16 പേർക്കും ജാമ്യം കിട്ടണം. കിട്ടും. അല്ല, ജാമ്യത്തിന് അർഹതയുണ്ടെങ്കിൽ അവർ കിട്ടും. അതായത് ഇവര് ജാമ്യ ഹർജി കൊടുക്കുന്നതിനനുസരിച്ചാണ്. ഇനിയിപ്പം ആദ്യം ഈ 9 പേര് കൊടുത്തു, പിന്നെ ഒരു 4 പേര് കൊടുത്തു, ഇങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 23 ദിവസം കൂടെ കഴിഞ്ഞ് 90 ദിവസം പൂർത്തിയാവും. അപ്പോൾ ഇവർ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യത്തിന് അവർ അർഹരല്ലേ? 23 ദിവസം കൂടെ കിടക്കണമെന്നല്ലേ ഉള്ളൂ. പിന്നെ ഈ കേസിൽ UAPA ഒന്നും ചുമത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ പണ്ട് നമ്മൾ പറഞ്ഞതാണ്, ബംഗാളിൽ ഷാജഹാൻ ഷെയ്ഖ് അറസ്റ്റിലായി 850 ദിവസമായിട്ട് അകത്ത് കിടക്കുകയാണ്. അവിടെ UAPA ചുമത്തിയിട്ടുണ്ട്. ED ആക്രമിച്ചത് മാത്രമല്ല കുറ്റം, ED ആക്രമിച്ചതിനകത്ത് രാജ്യദ്രോഹം കൂടി ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടിട്ട് UAPA ചുമത്തിയത് കൊണ്ടാണ് കോടതി ജാമ്യം കൊടുക്കാതിരിക്കുന്നത്. അവിടെ ആ UAPA വെക്കേറ്റ് ചെയ്യാനുള്ള, അതിനെ മറികടക്കാനുള്ള തരത്തിൽ ഷാജഹാൻ ഷെയ്ഖിന് പോകാൻ പറ്റുന്നില്ല. തെളിവുകളുണ്ട് അവിടെ. അതുകൊണ്ടാണ് ജാമ്യം കിട്ടാത്തത്. ഇവിടെ ED നേരിട്ട് ഫയൽ ചെയ്ത കേസാണ്. അല്ല, ED നേരിട്ട് ഫയൽ ചെയ്ത കേസ് മാത്രമല്ല, അത് കൽക്കട്ട ഹൈക്കോടതി അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. ചുമത്തണമെന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മേൽ വളരെ കൃത്യമായി മുകളിൽ നിന്ന് വളരെ കൃത്യമായ ഒരു നിർദ്ദേശം വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് മമതയുടെ പോലീസിന് ചെയ്യേണ്ടി വന്നു. മമതയുടെ പോലീസിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ മമതയുടെ, എനിക്ക് തോന്നുന്നു അത് വേറെ ഏതോ ഏജൻസി, കേന്ദ്ര ഏജൻസികൾ ഏതോ അന്വേഷിക്കുന്നു എന്നാണ് തോന്നുന്നത്. NIA ആരോ അന്വേഷിക്കുന്നു എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇരിക്കട്ടെ, ആരന്വേഷിച്ചാലും ഇട്ടിരിക്കുന്ന വകുപ്പുകൾ വളരെ ശക്തമാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനത്തെ വിഷയമൊന്നുമില്ല. ഇവിടെ സ്വാഭാവികമായിട്ടല്ല, ഈ പറഞ്ഞ ഉദ്യോഗസ്ഥര് റെയ്ഡ് കഴിഞ്ഞു പോയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. നമുക്ക് വധശ്രമം ഉണ്ടെന്ന് ഇനി നമ്മൾ പറയണമെങ്കിൽ കോടതിയുടെ ആ ചോദ്യമുണ്ട്. പ്രഥമ ദൃഷ്ട്യാ വധശ്രമം നിലനിൽക്കുമോ എന്ന് കോടതി ചോദിച്ചിരിക്കും. പോലീസ് കോടതിയിൽ ഇവർക്ക് ജാമ്യം കിട്ടാതെ റിമാൻഡ് ആകാൻ കാരണം തന്നെ, അത് നോൺ ബെയിലബിൾ ആവാൻ കാരണം തന്നെ വധശ്രമം അറ്റംപ്റ്റ് മാത്രമാണല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അറ്റംപ്റ്റ് മർഡർ. എന്നാൽ മാത്രമേ ഇവർ അകത്ത് കിടക്കത്തുള്ളൂ. അങ്ങനെയാണ് പോലീസ് അറ്റംപ്റ്റ് മർഡർ എഴുതി ഇവരെ റിമാൻഡ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതാണ് ഇന്ന് ഹൈക്കോടതി ചോദിച്ചത്, ഈ വധശ്രമം നിലനിൽക്കില്ല. ഇതിനകത്ത് കേരള പോലീസിന്റെ വീഴ്ചയുണ്ട്, EDയുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്. ഇല്ലെങ്കിൽ ഇവർക്ക് ജാമ്യം കിട്ടില്ലായിരുന്നു. ഇവർക്ക് ജാമ്യം കിട്ടിയതിൻ്റെ കാരണം, അവർ ഈ കേസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്തുമ്പോൾ അവർ ജാമ്യത്തിന് അർഹരാണ്. അതുകൊണ്ടാണ് നമ്മൾ കോടതികളെ വെറുതെ ചുമ്മാ വിമർശിച്ചിട്ട് കാര്യമൊന്നുമില്ല. കോടതികളെ എന്തിനാണ് അനാവശ്യമായി വിമർശിക്കുന്നത്? കോടതി വിധിയെ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അപ്പീൽ പോകാം. ഇനിയിപ്പോൾ ഇത് EDക്ക് വേണമെങ്കിൽ അപ്പീൽ കൊടുക്കാമല്ലോ. ഇവർക്ക് ജാമ്യം കൊടുത്തത് ശരിയായില്ല, ഇവരുടെ ജാമ്യം റദ്ദാക്കണം. ഇപ്പം കീഴ്ക്കോടതി ഒരാൾക്ക് ജാമ്യം കൊടുത്തപ്പോൾ ആ ജാമ്യത്തിനെതിരെ ഹർജി അപ്പീൽ കൊടുത്തിരിക്കുകയല്ലേ ഹൈക്കോടതിയിൽ ED. അപ്പോൾ സ്വാഭാവികമായിട്ടും EDക്ക് അപ്പീൽ പോകാം, അതിനുള്ള അവസരമുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കേരള ഹൈക്കോടതി ഇവിടെ കണ്ടിരിക്കുന്നത് ഒരു ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് കോടതിക്ക് തോന്നിയിട്ട് തന്നെയാണ് അവർക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല വേറെ. ഇനിയിപ്പോൾ ഈ കേസ് വാസ്തവത്തിൽ ഇവിടെ കേരള പോലീസിൻ്റെ ഒരു വീഴ്ചയുണ്ട് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ EDയുടെ ഭാഗത്തും ED വളരെ തുടക്കം തൊട്ട് ഈ കേസ് ഒരു പ്രതിക്ക് ജാമ്യം കിട്ടുന്നത് വരെ കാത്തിരുന്നു. ED വളരെ സ്ട്രോങ് ആയിട്ട് കേന്ദ്ര സർക്കാർ വഴി സംസ്ഥാന സർക്കാരിനോട് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഈ കേസിൽ മുന്നോട്ട് പോകണമായിരുന്നു. അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള തിരിച്ചടികൾ
അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നടപടികൾ കോടതികളിൽ നിന്നുണ്ടാകും എന്ന് അവർ നേരത്തെ ചിന്തിക്കണമായിരുന്നു. അത് ചിന്തിച്ചില്ല, അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല. അതൊക്കെയാണ് ഇവിടുത്തെ വിഷയം. അല്ലാതെ നമ്മൾ കോടതിയെ വെറുതെ ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കോടതിക്ക് മുന്നിൽ വരുന്ന വിഷയങ്ങളുടെ ഹർജികളുടെ അതിൻ്റെ മെറിറ്റ് അനുസരിച്ചാണ് കോടതി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിൽ അവർക്ക് ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും പിന്നെ ഒരു കാര്യം, ജാമ്യം കിട്ടിയത് കൊണ്ട് ഈ കേസ് ഇവിടെ അവസാനിച്ചു, ഇവരെല്ലാം രക്ഷപ്പെട്ടു എന്നൊന്നും വിചാരിക്കേണ്ട. ഈ പറയുന്നത് പോലെ ഈ ജാമ്യം കിട്ടിയത് കൊണ്ട് ഇപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻ എന്നുള്ളത് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. കോടതിയുടെ വിധി വന്നതേ ഉള്ളൂ. അവർക്ക് ജാമ്യം ഇനിയിപ്പോൾ ഇത് ഉച്ച കഴിയും ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരാൻ. ഈ ബെയിൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിയുമ്പോഴാണ് കൂടുതൽ ചിലപ്പോൾ ഞെട്ടാൻ പോകുന്നത്. കാരണം പാസ്പോർട്ട് ഹാജരാക്കണം, കോടതി 4 പേരുടേത് നാളെ പരിഗണിക്കാമെന്ന് കോടതി വാക്കാൽ പറഞ്ഞപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് സെൻസ് ഉണ്ട്. അല്ല, അതിനകത്ത് ഒരു സൂചനയുണ്ട്, അവർക്ക് ജാമ്യം കിട്ടിയേക്കാം. പക്ഷെ കണ്ടീഷൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കോടതി. കണ്ടീഷൻ ഇനിയേ വരുള്ളൂ. അപ്പോൾ കണ്ടീഷൻ വരുമ്പോൾ നമുക്കപ്പോൾ വീണ്ടും നമുക്ക് ഈ വിഷയം കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യാം. കോടതി എന്താണ് അവിടെ പറയുന്നത്? ഈ പാസ്പോർട്ട് അടക്കം ഹാജരാക്കണം, അതുപോലെ പിന്നെ ജില്ലയിൽ പ്രവേശിക്കരുത്, പിന്നെ അതുപോലെ തന്നെ എത്ര രൂപയുടെ ആൾജാമ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി പറയും. അപ്പോൾ അത് എത്രത്തോളം കർശനമാണ് എന്നുള്ളതനുസരിച്ചാണ് ഈ കേസ് കോടതി എത്ര ഗൗരവത്തിലെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും നമുക്ക് കോടതിയുടെ പൂർണ്ണമായ ഈ ജാമ്യ ഹർജിയിന്മേലുള്ള വിധി പുറത്തു വരട്ടെ. അതിനുശേഷം നമുക്ക് ഈ വിഷയം വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം. പ്രഥമ ദൃഷ്ടിയ നമ്മൾ കോടതി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് വിശകലനം ചെയ്തത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നാലെ വിശകലനം ചെയ്യാം.